ഡ്രസ്സിനെക്കാണ് കൂടുതൽ ഞങ്ങൾ എടുത്തത് ഫ്രൂട്ട്സ്. അതെ, ഒരുവിധം കിച്ചണിലുള്ള ഒരുവിധം ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ ഇതാക്കണ ഈ ബാഗിലുണ്ട്. കണ്ടോ, എന്നോട് പറയരുത് എന്ന് പറഞ്ഞോണ്ട് നിങ്ങളോട് എനിക്ക് ഞാൻ പറഞ്ഞെന്താ. അപ്പൊ ഷെമിയും ആയിഷും ലൈഫിൽ ആദ്യമായിട്ട് പേടിച്ചിട്ട് എല്ലാരും പറഞ്ഞു പേടിപ്പിക്കാത്ത ഫുഡ് അങ്ങനെ ആയിക്കൂ, ഫുഡ് കിട്ടൂല. തന്നെ ലേറ്റ് ഉണ്ടാകല്ലോ. എന്താ ഇനി ആരാ 24 മണിക്കൂർ ട്രെയിനിൽ അങ്ങോട്ട് തന്നെ യാത്ര ഉണ്ട്, അതുപോലെ തന്നെ 24 മണിക്കൂർ ഇങ്ങോട്ട് യാത്ര ഉണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ ഇതാക്കണ ഒരു സ്ഥലത്തേക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. ഐഷു എവിടെ പോവാ? നമ്മൾ എങ്ങോട്ടാ പോണേ? ലേറ്റ് ഇട്ടില്ല ഷെമിയെ. ഗൈസ്, രാത്രി ഇങ്ങോട്ട് നോക്ക്, 12 മണിക്കാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. 11:30 വീഡിയോ എടുക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതിൻ്റെതായിട്ടുള്ള ക്ലിയർ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഐഷു നമ്മളെവിടെ പോവാ? ഐഷു നമ്മളെവിടെ പോവാ? ട്രെയിനിൽ പോവാണ് ഗൈസ്. ട്രെയിനിൽ നമ്മൾ എങ്ങോട്ടാ പോണേ? അപ്പൊ ഗൈസ്, ഷെമിയും ആയിഷും ലൈഫിൽ ആദ്യമായിട്ട് ട്രെയിനില് എടാ പുല്ലൂരാമ്പാർക്ക് ട്രെയിൻ ഒന്നും വേണ്ട ആയിഷ, അത് തിരുവമ്പാടി തന്നെ, അവിടെ അടുത്താ. എന്താണ് ഇനി പറയുന്നത്? മാറ്റിയതാണ് കേട്ടോ, എന്തെന്നുണ്ട് അടിപൊളിയാ. ഞങ്ങൾ മാറ്റിയില്ല. പിന്നെ കുറച്ച് ദിവസം നല്ല ട്രെയിനിൽ 2 ദിവസം യാത്ര ഉണ്ടാവും പറഞ്ഞിട്ട് കുറേ ഫുഡൊക്കെ വാങ്ങിക്കും ഞങ്ങൾ. പേടിച്ചിട്ട് എല്ലാരും പറഞ്ഞു പേടിപ്പിക്കാത്ത ഫുഡ് അങ്ങനെ ആയിക്കൂ, ഫുഡ് കിട്ടൂല. അതും എന്നോടാകെ ഫുഡും പിന്നെ ആദ്യമായിട്ട് പോണ എന്നോടും. ഇപ്പൊ ഏതായാലും ആലോചിക്ക് പോണ്ടാന്ന് തോന്നല് തുടങ്ങി പേടിച്ചിട്ട്. അപ്പൊ സ്ഥലം ഏതാണെന്ന് ഞങ്ങള് പിന്നെ പറഞ്ഞതല്ലേ അപ്പൊ ഏതായാലും ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കാണ്. അപ്പം അതാണ് ആ കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. ഡ്രസ്സിനെക്കാണ് കൂടുതൽ ഞങ്ങൾ എടുത്തത് ഫ്രൂട്ട്സ്, ബിസ്ക്കറ്റ്, പിന്നെ കുറച്ച് അടുക്കളയിലുണ്ട് എടുക്കാൻ, അതും കൂടിയൊക്കെ ഉണ്ട്. ഒരുവിധം കിച്ചണിലുള്ള ഒരുവിധം ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ ഇതാക്കണ ഈ ബാഗിലുണ്ട്. ഐഷക്കതിനെ സുഖമല്ല എനിക്ക്? ഇനി ഉറങ്ങില്ലേ? ഇവിടെ എല്ലാ ദിവസവും ഗേസ് ഒരു 10-11 മണി ആവുമ്പോഴേക്കും ഉറങ്ങും. കാരണം ഉച്ചക്ക് ഉറങ്ങിയില്ലെങ്കിൽ. ഇന്ന് ഇവിടെ ഉച്ചക്കും ഉറങ്ങിയില്ല, 11 മണിയായിട്ടും ഉറങ്ങിയില്ല. അതാണ് ഐഷുവിൻ്റെ അവസ്ഥ. പിന്നെ ഐഷു ഇതാക്കണ ഇവിടെ ലൈറ്റ്, ഐഷുവിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതാക്കണ ഇവിടെ ലൈറ്റ് ഇങ്ങനെ വെച്ചു കൊടുത്തതാണ്. ഐഷുവിന് എന്താ പറയുക, ഇങ്ങനത്തെ കൗതുകങ്ങൾ കുട്ടികൾക്ക് എപ്പോഴും കാണുന്നത് ഒരു രസമാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ ഡെക്കറേഷൻ, വലിയ എന്താ പറയുക രസമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ എന്നാലും ആയിഷുവിന് രസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു കൊടുത്തതാണ്. പിന്നെ ക്യാമറയില് രസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ എങ്ങനെ ഉണ്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ. പിന്നെ കുറച്ച് പഴം ഷെഫിക്ക് ഇഷ്ടമല്ല റോബസ്റ്റ് വാങ്ങിക്കുന്നു. അതെ കേസ്, അപ്പൊ ഏതായാലും ഞങ്ങൾ കുറച്ച് റോബസ്റ്റ് വാങ്ങിക്കുന്നു. അതെ, ബ്രെഡ് ഉണ്ട്, എന്തൊക്കെ അതൊക്കെ പാക്കറ്റോട് വെക്കുകയാണോ? എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. ഇടക്ക് എന്താ ചെയ്യുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? എങ്ങനാ കാരക്കുണ്ട്, കുറച്ച് ബിസ്ക്കറ്റ് പഴം കാണിച്ചു തന്നില്ലേ, വലിയ പഴം. നിങ്ങളൊക്കെ അതുപോലെ തന്നെ ബലൊക്കെ എങ്ങനെയാണ് ഒരു കൈക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ സാധനങ്ങൾ എടുത്ത് കൈ പിടിക്കുന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യട്ടല്ലേ ഷെമി? നമ്മളെപ്പോലുള്ള ആൾക്കാരുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണം. ഇനി ഈ ഭാഗത്തേക്കോ, ഈ ഭാഗത്താണ് ലൈറ്റ് ഉള്ളത്, ഒന്ന് ഇങ്ങോട്ട് നിൽക്കുവോ? ഇവിടെ നല്ലത്. എന്താ ഇനി ആരാ? ഷെമി എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിന്റെ ഇല്ലാത്തൊരു വ്ലോഗ് നമുക്ക് ഇല്ലല്ലോ. അത് നമ്മളെ എന്താ പറയാ ഡിക്ഷണറി പറഞ്ഞതാ. അപ്പൊ ഏതായാലും നമ്മൾ കാജലൊക്കെ വരയ്ക്കൽ തുടങ്ങിയിരിക്കുന്നു. എന്നിട്ട് ഇപ്പൊ എപ്പോഴും ഇത് വരച്ചെടുക്കാൻ പറയും. ഒന്ന് വരച്ചെടുക്കട്ടെ. ഐഷു ഇവിടെ വാ, ഐഷു ഇവിടെ വാ, ഐഷു ഇങ്ങോട്ട് വാ, ഇവിടെ വാ. എന്നിട്ട് മമ്മനോട് കണ്ണെഴുതി തരാൻ പറയും. ഷെമി ഇവിടെ ഇരിക്കണമെന്നൊന്നുമില്ല, എങ്ങനെ നിന്ന് കണ്ടിരുന്നേ വരയ്ക്കാൻ പറ്റും. രാത്രി ഞങ്ങൾ കണ്ണൊക്കെ എഴുതിയില്ലേ? ഇപ്പൊ ഇനി ആരെ കാണാൻ വേണ്ടിട്ട് ഐഷു ഇനി കണ്ണടൊക്കെ എഴുതണേ? ആരാ കാണാൻ ഞങ്ങളൊക്കെ കണ്ണെഴുതല്? അല്ല, എന്നാലും ഇല്ലേ, ഒരെന്നാലും ഇല്ല. തെരക്കിട്ടാല് കേടൊന്നു പോകും ഇല്ല ഐഷു? എനിക്ക് കണ്ണൊക്കെ എഴുതുമ്പോ മുഖമൊക്കെ ഇങ്ങനെ ആവും. എടാ, മുഖം കാണുന്നില്ല, ഇരുട്ടായിട്ട് മുഖം കാണാൻ പറ്റുന്നില്ല ഷെമി. നമ്മൾ കിച്ചണിൽ നാക്കണം, നമ്മള് വീഡിയോ
കിച്ചണൊക്കെ പൂട്ടി ഇനിയായിട്ട് ആരും അല്ല നമ്മൾ അവിടെ നിന്ന് ആക്കിയാലോ, അവിടെ നിന്നാകുമ്പോ നല്ല ക്ലിയർ ഉണ്ടാവും വീഡിയോക്ക്. വീഡിയോ പോവാൻ എന്തൊക്കെ ഇനി അങ്ങോട്ട് എടുക്കണ്ടേ. പിന്നെ കിച്ചണിലൊക്കെ ഇനി പോയിക്കാണെങ്കിൽ ആവില്ല. കുറെ നേരം ഞാൻ ഏർക്ക് തുടങ്ങിക്കുന്ന വില കിച്ചണിൽ നിന്ന് ഒഴിവാക്കല് ഒഴിവായി കിട്ടുന്നില്ല. നമുക്ക് ഇവിടെ പോകുമ്പോ ഒന്ന് ഒഴിച്ച് ക്ലീൻ ആക്കണ്ടേ. ആശുവിന്റെ കണ്ണ് ഗൈസ്, കണ്ണ് എഴുതി കാട്ടിയിൽ എഴുതി വെച്ചിരിക്കണം കേട്ടോ. ഇങ്ങനെ എഴുതരുത് ആശു, നൈസായിട്ട് എഴുതാണ് ഇതാവും കേട്ടോ. അത് കുറച്ച് വലുതായി കണ്ടോ ഓള് പറയും. അതല്ല കുറച്ച് വലുതായ ഓള് പറയും എന്താ അറിയോ, ഡാഡ ഇങ്ങക്ക് ഓർമ്മയില്ലായിനോ മമ്മ എഴുതണേ പോട്ടെ, എന്നാ നിങ്ങളും ശ്രദ്ധിക്കേണ്ടില്ലായിനോ ചോദിക്കും. അപ്പൊ ഞാൻ എന്താ ഉത്തരം പറയോളടുത്ത്? ഞാൻ പറയാ ഇത് ആയിഷു ഈ വീഡിയോ വലുതായി കഴിഞ്ഞാൽ നീ കാണണം കേട്ടോ. അല്ല ഇപ്പൊ നീ പറയണമെന്നല്ല എന്നപ്പോ ഉണ്ടാവുക. പിന്നെ എനിക്ക് മാറ്റാണ്ട് സെപ്റ്റി മാറ്റാണ്ട് ഇതൊന്നും കൂടി ഒക്കെ ഒന്ന് വൃത്തിയാക്കി. എനിക്ക് അധികം മാറ്റാനൊന്നുമില്ല, ഞാൻ ട്രെയിനിൽ കയറി ഇരിക്കുകയല്ലേ. അപ്പൊ പിന്നെ ഞാൻ ചിലപ്പോ ട്രൗസർ അങ്ങനെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൽ നമുക്ക് കംഫർട്ട് എന്താ അറിയോ, എപ്പോഴും ട്രൗസർ അങ്ങനെ എന്തെങ്കിലും ഒക്കെ. എന്നെ കാണാപ്പോ എന്താ, ഞാൻ സുന്ദരനും സുമുഖനും സുശീലനുമായ ഞാൻ വിചാരിച്ചെന്താ അറിയോ, ഞാൻ ട്രൗസർ എടുത്തുകൊണ്ട് സെറ്റ് ആക്കാന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ പഴയ എടുത്ത് വാങ്ങി വെച്ചെന്താ അറിയോ, നമ്മൾ എങ്ങോട്ടാ പോണെന്നുള്ളത് ഞാനൊന്നും പറയട്ടെ. അപ്പൊ ഗൈസ് ഞങ്ങൾ പോണ എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് പിന്നെ അങ്ങ് ദൂരെ പോവുകയാണ്. അപ്പം അവിടെ പോണ സമയത്ത് എന്തായാലും നമ്മൾ അത്യാവശ്യം നമുക്ക് എന്തായാലും 24 മണിക്കൂർ ട്രെയിനിൽ അങ്ങോട്ട് തന്നെ യാത്ര ഉണ്ട്, അതുപോലെ തന്നെ 24 മണിക്കൂർ ഇങ്ങോട്ട് യാത്ര ഉണ്ട്. ആയിഷ് എന്താക്കുക, എനിക്ക് തോന്നുന്നു എന്തോ ഒളിപ്പിച്ച് വെക്കുകയാണോ, പേപ്പർ എടുത്ത് വെക്കുക. അപ്പൊ ഏതായാലും ഞാൻ പഴം വാങ്ങിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോണത്, ഞാൻ പറയട്ടെ ഷെമി, നമ്മളാ അപ്പൊ ഗൈസ് നമ്മൾ പോണത് ഗുജറാത്തിലേക്കാണ്. എന്നോട് പറയരുത് നിങ്ങളോട് എനിക്ക് അതല്ല എനിക്ക് അത് ഞാൻ തന്നെ പറഞ്ഞോളൂ. അപ്പൊ ഗൈസ് ഞങ്ങൾ പോണത് ഗുജറാത്തിലേക്കാണ്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ സീനാന്നുള്ളത് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അത് നമ്മളെ വരും വീഡിയോയിൽ എങ്ങനെയുണ്ട് അവിടുത്തെ ഫുഡ്, എങ്ങനെയുണ്ട് നമ്മളെ എക്സ്പീരിയൻസ്, അത് നിങ്ങൾക്കും നമ്മൾ പോണത് നിങ്ങൾ പോയപ്പോൾ തന്നെ ആയിരിക്കും അല്ലേ. അതല്ല മാക്സിമം നമ്മൾ കൊണ്ടാകുന്ന രീതിയിലുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾ കാണിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ചെറിയ വീഡിയോ ഞാൻ കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ആക്കി അർച്ചീവ് ആക്കിയൊക്കെ ചെയ്തത് കൊണ്ട് കുറച്ച് റീച്ചിൽ ചെറിയൊരു പ്രശ്നം ബാധിച്ചു. എല്ലാവരുടെ അടുത്തേക്കും പിന്നെ റെക്കമെൻഡേഷൻ എത്താത്ത പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം നമ്മൾ അവിടെ പോയിട്ട് നമ്മളെ എക്സ്പീരിയൻസ് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ഏതായാലും പറഞ്ഞു തരാൻ ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നല്ലൊരു യാത്ര ആകട്ടെ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. പിന്നെ ഇതൊരു ലോങ് വീഡിയോ ആക്കി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരും. കാരണം വൈഫൈയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമ്മൾ നോർമൽ നെറ്റിൽ നമ്മളിത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ട്രെയിനിലാണല്ലോ, അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഇത് അപ്ലോഡ് ആവുമോ, അതിൻ്റെ അടുക്ക് റേഞ്ച് കട്ടാവും. അപ്പം ശരിക്കും നമുക്ക് വീഡിയോ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ഇടാൻ പറ്റില്ല. ഇന്നലെ വീഡിയോ ഇട്ടില്ല, അപ്പോൾ ഒന്നും ഇടാണ്ടിരിക്കുമ്പോൾ അത് ഒരു ഇതാണല്ലോ. അപ്പോൾ അതിനെക്കൊണ്ട് അധികം ലെങ്ത്ത് കൂട്ടാത്ത ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഏതായാലും നമ്മൾ പോണതല്ല നമ്മൾ പാക്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതെ പോണത് എന്നുള്ളതും. ഇനി നമ്മൾ അതെ പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, നാളെ ഓൽക്കൊന്ന് കാണാൻ പറ്റുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഗുജറാത്ത് പോവുകയാണെന്നൊക്കെ പറഞ്ഞേ. ആയിഷും ആയിഷു എടീ അത് മൈക്കല്ല, അത് ക്യാമറമേൽ വെക്കണതല്ല. വേറെ മോഡൽ മുടി കെട്ടിത്തരട്ടോ. വേണ്ട ഷെമിയെ. അന്റെ എന്തൊക്കെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എടുത്തുക്കണല്ലേ, ഒന്നും മറന്നു പോണ്ട. പിന്നല്ലാണ്ട് അതും എടുക്ക്. ആയിഷുവിന്റെ അന്റെ ഒക്കെ എടുക്ക്. അനക്ക് ഇനി ഗുളിക കുടിക്കാണ്ട് നിക്കല്ലേ, ഗുജറാത്തിലാ നമ്മള് പോണത്. അപ്പം അതെ പിന്നെ നിങ്ങൾ ആരെങ്കിലും ഗുജറാത്ത് പോയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയും എങ്ങനെ ഉണ്ടാവും അവിടുത്തെ ഫുഡ്, എന്ത് കഴിക്കണം എന്നുള്ളതും ഒന്ന് പറയും. കാരണം നമുക്ക് അത് എക്സ്പീരിയൻസ് ഇല്ല, നമ്മൾ ലൈഫിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഗുജറാത്തിലേക്ക് പോകുന്നത്. അപ്പം എങ്ങനെയുള്ളത് എന്നൊക്കെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആയിഷുവിന്റെ ആയിഷു പാട്ട് പാടുക. കൺമശിട്ട ആയിഷു ഇതാക്കുന്ന 2 വരി പാട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആലംബിക്കുകയാണ് ഗൈസ്.
ഉറക്ക ഉറക്ക ആലംബിക്ക് ആലംബിക്ക ആലപിക്ക ആലപിക്ക. എനിക്ക് മലയാളം എത്ര അറിഞ്ഞൂടാ. ഒന്നും പറഞ്ഞൂടാന്ന് തന്നെ. നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാണ് ഷെമി ഒരു പാട്ട് പോരെ. ദാദാ പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ബിന്ദഹി യമുന ഗംഗ ജലധി തരംഗ. അതിൻ്റെതാ മൈക്ക് അങ്ങോട്ട് വെച്ചത്. മൈക്ക് എല്ലാവരോടും കൂടി ഭാരത പിന്നെ പഞ്ചാബോ ജയ. സ്കൂൾ വിട്ട് ബേഗാടാ എടുത്തു പോവുക നമ്മള്. അങ്ങനെ ആക്കല, സൗണ്ട് എന്തെന്നോ ആയി പോവും. അങ്ങനെ ആക്കല. അതെ അതാ പഠിക്കണ്ട്. അതായത് നല്ലതാണല്ലോ പഠിക്കുന്നത്. പക്ഷെ നമ്മള് പഠിക്കുന്ന കുട്ടികൾ എന്ത് തെറ്റായി പഠിക്കുകയാണെങ്കിൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് അത് ശരിയാക്കി എടുത്ത് കൊടുക്കുക. അധികം കളിക്കല്ല. മൈക്ക് വാങ്ങിക്ക്. അപ്പൊ കേസ് അങ്ങനെ ഇതാക്കണ പോകാൻ വേണ്ടിട്ട് ഇറങ്ങുകയാണ്. ഇതാക്കണ ഷെമിയൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇതിൽ അമ്മിക്കുട്ടിയായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് തോന്നുന്നത്. എന്റെ മോനതാ ഇതും കൂടെ ഒന്ന് അടുക്കണ്ടേ നമ്മള്. ഇത് സംഭവം ഇത് ഉരുളും, പക്ഷെ എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കണ്ടേ. പിന്നെ ട്രെയിനിന്റെ മുകളിലൊക്കെ എടുത്ത് വെക്കണ്ടേ. ട്രെയിനിന്റെ മുകളിലൊക്കെ എടുത്ത് വെക്കണ്ടേ. ആര് അതാ. അപ്പൊ നമ്മൾ ആരൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് മുബാസ് ഞങ്ങളിപ്പോ 2 കേസ്. അപ്പൊ മുബാസ്, ഞാന്, ഷെമി, ഐഷക്ക, ഞങ്ങൾ 4 ആളാണ് പോണത് അല്ലേ. ഇതില് ഞാൻ ആശുവിനൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങൾ ഇല്ലാണ്ട് അങ്ങനെ പഴവും സാധനമൊക്കെ ഇല്ലാണ്ട്. എന്റെ മോനൊരു കായ് പഴം തിന്നണമെങ്കിൽ ഇതൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് പുറത്തൊക്കെ ഇട്ട് തിന്നണ്ടെന്ന് ആലോചിച്ചിട്ട്, അതല്ല ഞാൻ താഴോട്ടിട്ടുണ്ട് ആലോചിച്ചിട്ട് നമ്മൾ പിന്നെ തിന്നാൻ നിൽക്കൂല. 12:20. അപ്പൊ ഏതായാലും നമ്മളെ ട്രെയിൻ ഉള്ളത് പിന്നെ 2:45 അപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകും. ദുരന്തോ എന്നാണ് പേര് അല്ലേ. അടിപൊളി ട്രെയിൻ അല്ലേ, ദുരന്തം എക്സ്പ്രസ്. ഷെമിനെ പോലെ തന്നെ ദുരന്തമാണ്. ദുരന്തങ്ങളാണല്ലോ. അപ്പൊ ഏതായാലും പോവല്ലേ ആയിഷ. നീടാ പോവാ നീല്ലേ പോവാ നീല്ലേ. നീ എന്നാ ഇവിടെ നിന്നട്ടോ. ഇതൊക്കെ പൊട്ടി പോവാ എന്റെ പേടി. അതിനാത്രം വെയിറ്റ് ഉണ്ട്. അപ്പൊ ഏതായാലും കേസ് ഞങ്ങൾ പോവുകയാണ്. അപ്പൊ ഏതായാലും ദുആ ചെയ്യ് നല്ല രീതിയിൽ അവിടെ എത്താൻ വേണ്ടിട്ട്. അപ്പം അടുത്ത വീഡിയോ അല്ല ബാക്കിയുള്ള കാര്യങ്ങൾ. അതെ. അപ്പൊ ഏതായാലും ഇനിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിലാണ് ഉണ്ടാവുക. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രെയിനിലാണല്ലോ ഉണ്ടാവുക. അപ്പം റേഞ്ചിന്റെ പ്രശ്നമുള്ള കൊണ്ട് നമ്മൾ അധികം ലെങ്ത് കൂട്ടി കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരും അല്ലേ. അപ്പൊ ഏതായാലും ഞങ്ങൾ പോയി അടുത്ത വീഡിയോയിൽ കാണാം. ട്രെയിനിലും ബാക്കി പരിപാടികളൊക്കെ. അതെ പോയാച്ച് കയറാടോ. ബാ ഓ വരുന്നില്ല ഇനി പോരണ്ട. അതൊക്കെ ഡാഡ വെറുതെ പറയാം.